1920 ഇംഗ്ലണ്ടില് ഒരു അനുമോദനത്തിന്റെയും അതുപോലെ തന്നെ ഒരു MBBS കഴിഞ്ഞ ഡോക്ടർമാർക്കുള്ള ഒരു ആദരവിന്റെയും ഒരു വേദിയായിരുന്നു. അവരെ എൻറോൾമെന്റ് എന്ന് പറയാം. ആ സമയത്ത് അവിടെ അവർക്ക് ക്ലാസ് എടുക്കാൻ വന്ന അവരുടെ സീനിയറായ ഡോക്ടറും ആരോഗ്യരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയും അവരുടെയൊക്കെ പ്രൊഫസറുമായ അദ്ദേഹം അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം, അദ്ദേഹത്തിന്റെ ഒരു ജീവിത കഥയാണ് അവർക്ക് കൊടുത്തത്. അദ്ദേഹം ഒരു ദിവസം രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാതിൽക്ക് വന്നിങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പൊ ശബ്ദം കേട്ട് അദ്ദേഹം പുറത്തേക്ക് കടന്ന് നോക്കുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയാണ് ഉമ്മറത്ത് നിൽക്കുന്നത്. എന്താണെന്ന് കാര്യം തിരകി. അപ്പോൾ പറഞ്ഞു, എന്റെ മകൻ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്, സാറ് വന്ന് എന്റെ മകനെ ഒന്ന് രക്ഷിക്കണം എന്ന്. അദ്ദേഹം കുറെ ആലോചിച്ചു. കാരണം പുറത്ത് നല്ല മഞ്ഞുണ്ട്, മഴയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥ, തണുപ്പ് പ്രദേശം. എവിടെയാണ് വീട് എന്ന് ചോദിച്ചപ്പോ ഇംഗ്ലണ്ടിലെ പ്രാന്തപ്രദേശമായ ഒരു സ്ഥലത്താണ്, ടൗണിലല്ല. എന്റെ കൂടെ അങ്ങ് വരണം എന്ന് പറഞ്ഞപ്പോ ആ വയസ്സായ സ്ത്രീയെയും കൂട്ടി അവര് ആ വീട്ടിലെത്തിയ സമയത്ത് ഒരു മൂലയിൽ ഒരു കുട്ടി ഇരുന്ന് വിറച്ചുകൊണ്ട് സുഖമില്ലാതെ വളരെ അവശനായി കിടക്കുകയാണ്. ഡോക്ടർ ഒന്നും ആലോചിക്കാതെ അതിനെ പരിശോധിച്ച് താൽക്കാലിക മരുന്നുകളെല്ലാം നൽകി. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ആ സ്ത്രീ അവർക്കൊരു പണക്കിഴി കൊടുത്തു. അപ്പൊ അത് അവർ വാങ്ങാൻ നിന്നില്ല. കാരണം ആ സ്ത്രീയുടെ അത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമം പിടിച്ച കാര്യം. അത്രയും ദാരിദ്ര്യമായ ഒരു സ്ത്രീയാണത്. അത് തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഇതാവശ്യമില്ല, നിങ്ങളുടെ പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടായാൽ മതി എന്ന്. അങ്ങനെ അവര് തിരിച്ചു പോരാൻ നേരത്തെ അവരോട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ കുട്ടിയുടെ അസുഖം മാറുന്നത് വരെ ഞാൻ ഈ കുട്ടിയെ ചികിത്സിച്ചോളാം, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ വിവരങ്ങൾ എന്നെ അറിയിച്ചാൽ മതി എന്ന്. അങ്ങനെ ആ വിഷയമാണ് ഈ കുട്ടികൾക്ക് അദ്ദേഹം ഉപദേശം കൊടുക്കുന്നത്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാല് ദൈവത്തിന് തുല്യമായി നമ്മൾ പ്രവർത്തിക്കണം എന്നൊക്കെയാണ് കുട്ടികൾക്ക് നൽകുന്ന ഉപദേശം. ഈ പ്രസംഗം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വേദിയിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുകയാണ്. അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ കൈ ഒന്ന് മുത്തണമെന്ന്. അപ്പൊ കാര്യം ചോദിച്ചു, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു. 20 വർഷമായി ഞാൻ തിരഞ്ഞു നടക്കുന്നത് ഈ ഒരു ഡോക്ടറെയാണ്. അപ്പൊ എന്താണ് കാരണം എന്ന് ചോദിച്ചു. എന്റെ അമ്മയുടെ മരണസമയത്ത് ഇദ്ദേഹത്തെ കണ്ട്, അത് ആരാണോ ആ വ്യക്തിയെ കണ്ട്, ആ ഡോക്ടറെ കണ്ട് അവർക്ക് എന്റെ സ്നേഹാദരവുകൾ കൊടുക്കണമെന്ന് അവരെന്നോട് എന്റെ അമ്മ എന്നെ ഉപദേശിച്ചിരുന്നു. പക്ഷേ 20 വർഷമായി ഞാൻ ഈ ഡോക്ടറെ തെരഞ്ഞു നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴാണ് അങ്ങയെ കാണാൻ പറ്റിയത്. 1916 മുതൽ 1922 വരെ 7 വർഷക്കാലം ഇംഗ്ലണ്ട് ഭരിച്ച ഡേവിഡ് ലോയിഡ് ജോർജ് എന്ന പ്രധാനമന്ത്രിയായിരുന്നു ആ കുട്ടി. അപ്പൊ പലപ്പോഴും നമ്മൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാറ്റിനും പ്രാപ്തനാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതല്ല, അത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ വളരുകയും അന്ന് ആ കുട്ടിക്ക് കിട്ടിയ ചികിത്സ കൊണ്ടാണ് ഇന്ന് ഞാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി എന്ന് ഡേവിഡ് പറയുകയും ചെയ്തപ്പോ ആ സദസ്സിലാകെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോ നമ്മുടെയൊക്കെ ഓരോ പ്രവർത്തനങ്ങള്, അത് ചെറിയതായാലും വലിയതായാലും, നമ്മൾ പല സ്ഥലത്തും അനുമോദന സദസ്സുകളിലേക്ക് പോകും. ഈ സദസ്സുകളിൽ നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളും ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് പിന്നീട് നമ്മുടെ ഓരോ വാക്കുകൾ ശ്രവിക്കുന്ന ആ കുട്ടികളൊക്കെ, അതല്ലെങ്കിൽ ആ മുതിർന്നവരൊക്കെ, അവരുടെ മനസ്സിൽ നിന്ന് അതൊരിക്കലും പോവുകയുമില്ല. കാരണം നമ്മുടെ ജീവിതത്തില് പല മേഖലകളും സഞ്ചരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ടൊക്കെ എത്തിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ പ്രശസ്തിയുണ്ട്. ആ തീരുമാനങ്ങൾ എടുക്കുകയും പൊതുസമൂഹത്തിന്, പൊതു നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പ്രവർത്തനത്തെയും നമ്മൾ മാറ്റിയെടുക്കണം.